പെസഹ വ്യാഴം. യേശുക്രിസ്തു കുരിശുമരണത്തിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാർക്കൊപ്പം അന്ത്യത്താഴം കഴിച്ച ദിവസത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ പെസഹ ദിനാചരണം. എളിമയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായി യേശു തൻ്റെ 12 അപ്പോസ്തലന്മാരുടെ കാലുകൾ കഴുകുന്നതും അപ്പവും വീനും സ്വന്തം ശരീരവും രക്തവുമായി നൽകി വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതും പൗരോഹിത്യം സ്ഥാപിക്കുന്നതും പെസഹ ദിനത്തിലാണ്. പെസഹ ദിനത്തിലെ തിരുക്കർമ്മങ്ങൾക്ക് പ്രധാനമായും 6 ഭാഗങ്ങളാണുള്ളത്. തിരുവത്താഴ ദിവ്യബലി, ദേവവചന പ്രഘോഷണ കർമ്മം, പാദക്ഷാളന കർമ്മം, സ്തോത്രയാഗ കർമ്മം, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, ദിവ്യകാരുണ്യ ആരാധന. പെസഹ വ്യാഴത്തിലെ ആരാധന ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് 1-ാം വായന സെൻറ് ജൂഡ് BCC, 2-ാം വായന സെൻറ് ജോസഫ് BCC. വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകേണ്ടത് മതബോധനത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. തുടർന്നുള്ള പരിശുദ്ധ ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് ക്രമീകരണങ്ങൾ നടത്തേണ്ടത് 7:30 മുതൽ 8 മണി വരെ സെൻറ് ആൻ്റണീസ് BCC, 8 മണി മുതൽ 8:30 വരെ സെൻറ് തോമസ് BCC, 8:30 മുതൽ 9 മണി വരെ സെൻറ് ജോസഫ് BCC, 9 മണി മുതൽ 9:30 വരെ ഉണ്ണിമിശിഹ BCC, 9:30 മുതൽ 10 മണി വരെ സെൻറ് സെബാസ്റ്റ്യൻ BCC, 10 മണി മുതൽ 10:30 വരെ സെൻറ് ജൂഡ് BCC. അന്നേ ദിവസം നടക്കുന്ന കാഴ്ചവെപ്പിൽ ത്യാഗത്തിൻ്റെ പങ്ക് ബോക്സ് യൂണിറ്റ് ലീഡർമാർ കാഴ്ചയായി സമർപ്പിക്കണമെന്നും കാഴ്ചവെപ്പിൽ വെള്ളിയാഴ്ച ഉച്ചകന്നി ക്രമീകരണത്തിനായി ഇടവക കുടുംബാംഗങ്ങൾ അരി, തേങ്ങ, പയർ തുടങ്ങിയവ കാഴ്ചയായി സമർപ്പിക്കണമെന്നും ഇടവക വികാരി അറിയിച്ചു. മീഡിയ മിനിസ്ട്രി, സെൻറ് ജൂഡ് ഇടവക.